ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു അൽഫാം റെസിപ്പിയും കൂടെ തന്നെ ഒരു ഗ്രീൻ ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുക്കുക. ശേഷം ഓരോ പീസസ് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്യുക. ഇനി ഒരു കോട്ടൻ്റെ തുണിയെടുത്ത് ചിക്കനിലെ വെള്ളം കംപ്ലീറ്റ് ഒപ്പിയെടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോഴാണ് ചിക്കനിലെ വെള്ളം കംപ്ലീറ്റും പോയി ചിക്കനിലേക്ക് നന്നായി മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ചെയ്യുമ്പോഴാണ് ചിക്കൻ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. കംപ്ലീറ്റ് വെള്ളം പോയി കഴിഞ്ഞാൽ മസാല നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കും. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് എന്തായാലും ചെയ്യാം. ഇനി ഒരു ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പുതിനയില, 2 മീഡിയം സൈസിലുള്ള തക്കാളി, 2 മീഡിയം സൈസിലുള്ള ഉള്ളി എടുക്കുക. ഞാൻ 2 ചിക്കൻ ചെയ്യുന്നത് കൊണ്ടാണ് 2 തക്കാളി 2 ഉള്ളി എടുത്തിട്ടുള്ളത്. നിങ്ങളൊരു ചിക്കനാണെങ്കിൽ 1 തക്കാളി 1 ഉള്ളി എടുത്താൽ മതി. ചെറിയ ജീരകത്തിൻ്റെ പൗഡർ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഈ സമയത്ത് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി തൈര്, ലെമൺ ജ്യൂസ് ഇവ ചേർക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, വലിയ ജീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടി ചേർക്കണം. ഞാൻ ഈ സമയത്ത് ചേർക്കാൻ മറന്നു പോയതുകൊണ്ട് ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഈ സമയത്ത് തന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളറാണ് ചേർക്കുന്നത്. അത് ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തതാണ്. വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഇനി ഓരോ ചിക്കൻ പീസസും എടുത്ത് ഇതുപോലെ നന്നായി മസാല തേച്ച് പിടിപ്പിക്കുക. ഇനി ബാക്കിയുള്ള മസാലയിലേക്ക് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. മസാലയിൽ നന്നായി മിക്സ് ചെയ്യുക. ചിക്കൻ്റെ കൂടെ ഇതും കൂടി ഗ്രില്ല് ചെയ്യുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ.
മസാല കംപ്ലീറ്റ് ചിക്കനിലേക്ക് തേച്ച് കഴിഞ്ഞു. ഓയിൽ നേരത്തെ ചേർക്കാൻ മറന്നത് കൊണ്ട് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഇത് ചിക്കന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ചുരുങ്ങിയത് 4-5 മണിക്കൂറാണ് വെക്കേണ്ടത്. ഞാൻ 5 മണിക്കൂറാണ് വെച്ചത്. 5 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഗ്രില്ല് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഓവർനൈറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെക്കുക. ഇനി അടുത്തത് ഒരു നല്ല അടിപൊളി ഗ്രീൻ ചട്നിയുടെ റെസിപ്പിയാണ്. അതിന് വേണ്ടി ഒരു ജാറിലേക്ക് വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, പുതിനയില, മല്ലിയില, ചെറിയ ജീരകം, 2 പച്ചമുളക്, ചാറ്റ് മസാല, 1 ടീസ്പൂൺ ചാറ്റ് മസാല, ആവശ്യത്തിന് ഉപ്പും കുറച്ച് തൈരും ചേർത്ത് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. വെള്ളം ചേർക്കണ്ട, നന്നായി അരച്ചെടുക്കുക. ബാക്കിയുള്ള തൈരിലേക്ക് ഈ മിക്സ് ഒഴിക്കുക. നല്ല ടേസ്റ്റാണ് ഈ ചട്നി. ഇനി ഒരു സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലും ചോപ്പ് ചെയ്ത കുറച്ച് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കെച്ചപ്പ്, കാശ്മീരി ചില്ലി പൗഡർ, ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി, കുറച്ച് സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഈ ഒരു സോസാണ് ചിക്കനിൽ ലാസ്റ്റ് തേച്ച് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല ജ്യൂസിയാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ ഒരു സോസ് അതിലേക്ക് ചേർക്കുമ്പോൾ, ചിക്കനിലേക്ക് ചേർക്കുമ്പോൾ ഇതിലും കുറച്ച് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. വീട്ടിലുണ്ടാക്കുമ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഫോട്ടോ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. ഇനി 5 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ചിക്കൻ പുറത്തേക്ക് എടുത്തത്. ഇത് 2 രീതിയിൽ ചെയ്യാം. ചിക്കന് വേണമെങ്കിൽ ഇതുപോലെ ഗ്രില്ല് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതിലും ഈസി ആയിട്ട് അടുപ്പിൽ തന്നെ ഒരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിൽ ഫ്രൈ ചെയ്തെടുക്കുക. പാനിൽ വെച്ച് ചെയ്യുന്നുണ്ടാണെങ്കിൽ അതിൽ ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചാർക്കോൾ കൂടി പുകയിച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രില്ല് ചെയ്ത് അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചാർക്കോൾ പ്രത്യേകം പുകയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു സമയത്താണ്, ചിക്കൻ ഏകദേശം എടുക്കാൻ പോകുന്ന ഈ ഒരു സമയത്താണ് നമ്മൾ തയ്യാറാക്കി വെച്ച സോസ് ഇതിലേക്ക് തേച്ച് കൊടുക്കേണ്ടത്. ചിക്കൻ ഫുള്ളായിട്ട് കുക്കായി എടുക്കാൻ പോകുന്ന സമയത്താണ് ഇത് തേച്ച് കൊടുക്കേണ്ടത്. നമ്മൾ അൽഫാം ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഫുള്ളായി നല്ല വേവും എല്ലാം കറക്റ്റ്, മസാലയും എല്ലാം നല്ല പാകത്തിന്
നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല അത്രയും ടേസ്റ്റുള്ള റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നും നമ്മൾ വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. പൊട്ടാറ്റോ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയില്ല, അതിൻ്റെ സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തത്. പൊട്ടാറ്റോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.